പഹൽഗാമിൽ ഭീകരരെ ഇനിയും പിടികൂടാനായിട്ടില്ല. അവരെ പിടിച്ചിട്ടുമില്ല, വധിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ ഭീകരർ എവിടെ പോയി? പഹൽഗാം ഭീകരാക്രമണത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലുമുള്ള അവ്യക്തത നീക്കിയേ മതിയാകൂ എന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞതിന് പിന്നാലെയാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ ആവശ്യം വന്നത്. ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ നൽകിയ നോട്ടീസുകൾ ചെയർമാൻ തള്ളിയതിൽ അദ്ദേഹം പ്രതിഷേധം അറിയിച്ചു. പഹൽഗാമിൽ ഭീകരരെ ഇനിയും പിടികൂടാനായിട്ടില്ല. അവരെ പിടിച്ചിട്ടുമില്ല, വധിച്ചിട്ടുമില്ല. രാജ്യസുരക്ഷയിലും സൈനിക ശക്തിക്ക് പിന്തുണ നൽകുന്നതിലും എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഭീകരർ എവിടെ പോയി? അവർക്ക് എന്ത് സംഭവിച്ചു? ലഫ്റ്റനന്റ് ഗവർണർ തന്നെ സുരക്ഷാ വീഴ്ച സമ്മതിച്ചുവെന്നും ഖാർഗെ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലുമുള്ള അവ്യക്തത നീക്കിയേ മതിയാകൂ. ട്രംപിന്റെ അവകാശവാദങ്ങൾ രാജ്യത്തിന് അപമാനമാണ്. ചട്ടം 267 ലംഘിച്ചാണ് ഖാർഗെ സംസാരിച്ചതെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞു. ഭരണഘടനാ വിഷയം സംസാരിക്കേണ്ടിടത്ത് തെറ്റിദ്ധരിപ്പിച്ച് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് സംസാരിച്ചു. ഈ സർക്കാർ ഒളിച്ചോടില്ല, ചർച്ച നടത്തുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇതുപോലെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 12 മണിവരെ നിർത്തിവെച്ചു. അതേസമയം തിങ്കളാഴ്ച പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തെ വീണ്ടും സമ്മേളിക്കുമ്പോൾ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവെന്ന US പ്രസിഡന്റിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ സർക്കാരിനെ എതിർക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുന്നതോടെ വെടിക്കെട്ട് പൊട്ടിപ്പുറപ്പെടും. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏപ്രിൽ 22-ന് പഹൽഗാം ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിലേക്ക് നയിച്ച വീഴ്ചകൾ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. നിയമസഭാ കാര്യങ്ങളിൽ ഓഗസ്റ്റ് 21-ന് അവസാനിക്കുന്ന സമ്മേളനത്തിലുടനീളം സർക്കാർ 17 ബില്ലുകൾ പരിഗണിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ജമ്മു കാശ്മീർ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിച്ചെങ്കിലും സർക്കാർ അതിൽ പങ്കുചേരാൻ സാധ്യതയില്ല. സർക്കാരിന്റെ അജണ്ടയും മുൻഗണനകളും വിശദീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് ഒരു പ്രസ്താവന നടത്തും. പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനമാണിത്. സമ്മേളനത്തിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഷയങ്ങൾ: ട്രംപിന്റെ അവകാശവാദങ്ങൾ, പഹൽഗാം ആക്രമണത്തിലേക്ക് നയിച്ച വീഴ്ചകൾ, ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നിവയിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണം തേടി പ്രതിപക്ഷം ചേർന്ന സർവകക്ഷി യോഗത്തിൽ സെഷനിൽ എന്തായിരിക്കുമെന്ന് വിശദീകരിക്കുന്ന ഒരു തിരശ്ശീല ഉയർന്നു. 260 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ അപകടവും വ്യോമയാന സുരക്ഷയുടെ പ്രശ്നവുമാണ് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. പൈലറ്റുമാരുടെ മേൽ കുറ്റം ചുമത്തുന്ന US റിപ്പോർട്ടുകൾ ഉള്ളതിനാൽ സർക്കാരിന്റെ പ്രതികരണം പൂർണ്ണ ചിത്രത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകും. എന്നിരുന്നാലും ഈ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രതികരിക്കാൻ സാധ്യതയില്ലെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ഈ ആഴ്ച പ്രധാനമന്ത്രി മോദി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതിനായി UK-യിലേക്കും മാലദ്വീപിലേക്കും 3 ദിവസത്തെ സന്ദർശനം നടത്തും. പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പറഞ്ഞു. ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറില്ലെന്നും അടിവരയിട്ടു. എന്നിരുന്നാലും ട്രംപിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് പ്രത്യേക പ്രതികരണം നൽകുന്നതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. പാകിസ്ഥാനുമായുള്ള ശത്രുതയിലെ നേട്ടങ്ങളും തുടർന്ന് വിവിധ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ സന്ദർശനവും ഉയർത്തിക്കാട്ടുന്നതിലായിരിക്കും സർക്കാരിന്റെ പ്രതികരണം കേന്ദ്രീകരിക്കപ്പെടാൻ സാധ്യത. എന്നിരുന്നാലും രാഷ്ട്രീയ സ്പെക്ട്രത്തിലുടനീളം അപൂർവമായ ഒരു സമവായം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും വലിയൊരു പണശേഖരം കണ്ടെത്തി. പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടുവരുന്നതിനായി 100 MPമാരുടെ ആവശ്യമായ ഒപ്പുകൾ ഇതിനകം എടുത്തിട്ടുണ്ടെന്നും റിജിജു പറഞ്ഞു. ക്രിയാത്മക രാഷ്ട്രീയത്തിൽ ഏർപ്പെടാനും അക്രമാസക്തമായ സംവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, വിയോജിപ്പുകൾ ഉണ്ടാകാം, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ എങ്ങനെയാണ് കയ്പുണ്ടാകുന്നത്? ധൻഖർ MPമാരോട് പറഞ്ഞു. മണിപ്പൂർ GST ബിൽ, നിയമങ്ങൾ ബിൽ, ജൻവിശ്വാസ് ബിൽ, ഭൂഹസിക സ്ഥലങ്ങളും ഭൂ അവശിഷ്ടങ്ങളും ബിൽ, ദേശീയ ഉത്തേജക വിരുദ്ധ ബിൽ തുടങ്ങിയവയാണ് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലുകൾ. 32 ദിവസങ്ങളിലായി ആകെ 21 സിറ്റിംഗുകളാണ് മൺസൂൺ സെക്ഷനിൽ നടക്കുക. ഓഗസ്റ്റ് 21-ന് സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.